ഇവിടെ നോക്കുന്നത് സോപ്പാണ്. അപ്പോൾ സോപ്പ് നമ്മൾ സിഗ്മ എം എന്ന് സ്മോൾ എം ആണ് അവിടെ നമ്മൾ കൊടുക്കുന്നത്. അത് കാണുമ്പോൾ മനസ്സിലാക്കി ആക്കിക്കൊള്ളുക സോപ്പാണ് എന്ന്. അപ്പം നമ്മളിവിടെ എന്താണ് FA ABCD സിഗ്മ എം 0 to 7 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളതിന് എന്ത് ചെയ്യണം? 16 സെല്ല് വേണം വരയ്ക്കാൻ. 16 സെല്ല്. അപ്പം നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ഇവിടെ? ഇവിടെ നമ്മൾ എഴുതുന്നത് AB എന്ന് കൊടുത്തു, ഇവിടെ CD എന്ന് കൊടുത്തു. നമുക്കിവിടെ എഴുതാം 0 0 0 1 1 1 1 0. ഇവിടെ ഈ 1 1 വരുന്നത് എന്താണെന്നറിയാമോ? ശരിക്കും എങ്ങനെയാണ് 0 1 കഴിഞ്ഞ് 1 0 അല്ലേ വരേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഗ്രേ കോഡാണ് നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാനമേ മാറാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 1 1 കൊടുക്കുന്നത്. നോക്കിയേ 0 0 0 1 1 1 1 0 ഇതാണ് കൊടുക്കുന്നത്. 1 1 1 1 0 എന്ന് കൊടുത്തു. ഇനി എങ്ങനെ എഴുതുന്നത് നോക്കിയേ. നമ്മൾ ചുമ്മാ മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ട് 0 1 ഇവിടെ 3 കഴിഞ്ഞിട്ടാണ് 2 കൊടുക്കുന്നത്. 3 2 0 1 3 2 4 5 6 7. ഇനി ഇവിടാണ് 8 കൊടുക്കേണ്ടത്. 8 9 10 11 കൊടുത്തല്ലോ. ഇനി 12 13 14 15 ഇത്രയും സെല്ലുകളാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കണം. 0 വരുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ 1 ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ സോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തല്ലോ. ഇനി നോക്കി 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ടല്ലോ. ഓക്കെ, 3 വരുന്നുണ്ട്, പിന്നെ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. നമുക്കിവിടെ മേളിൽ ഇതിട്ട് കൊടുക്കാം. ഇവിടെ 0 0 0 ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തോടെ കൊടുക്കേണ്ടത്? C ബാർ D ബാർ എന്നാണ് കൊടുക്കേണ്ടത്. 0 വരുമ്പോൾ അവിടെ ബാറാണ് കൊടുക്കേണ്ടത്. അത് ഓർത്തിരിക്കുക. 0 വരുമ്പോൾ ബാറാണ് കൊടുക്കേണ്ടത്. 1 വരുമ്പം സാധാരണ രീതിയിൽ എഴുതിയാൽ മതി. ഇവിടെ C ബാർ D. ഇവിടെ എന്താണ്? C D. ഇവിടെ എന്തോ വരുന്നത്? C D ബാർ. ഇവിടെ എങ്ങനെ എഴുതുന്നത്? A ബാർ B ബാർ. ഇവിടെ എങ്ങനെ കൊടുക്കുന്നത്? A ബാർ B. ഇവിടെ എങ്ങനെ കൊടുക്കുന്നത്? A B. ഇവിടെ എങ്ങനെ? A B ബാർ. ഓക്കെ, ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഇതിന് ഇത്രയും കൂടെ ഒരുമിച്ച് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇതിന് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇത് നോക്കി, ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഏതാ? ഇതിന് എല്ലാം കൂടെ കോമൺ ആയിട്ട് വരുന്നത് A ബാറാണ്. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കുക? ഫങ്ഷൻ F = A ബാർ എന്ന് പറഞ്ഞ് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് മൊത്തത്തിൽ കോമൺ ആയിട്ട് വരുന്ന ഏതാണ് എന്നാണ് നോക്കേണ്ടത്. മൊത്തത്തിൽ കോമൺ ആയിട്ട് വരുന്ന ഏതാ? A ബാർ അല്ലേ വരുന്നത്. ഇതിലും A ബാർ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. F = A ബാർ എന്നാണ് കിട്ടുന്നത്. ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? 7 മാർക്ക് നമുക്കവിടെ കിട്ടും. ചുമ്മാ ഇത് എഴുതി വെക്കുന്നതിന് തന്നെ, ഇങ്ങനെ എഴുതി ഗ്രൂപ്പ് ചെയ്യുന്നതിന് തന്നെ നമുക്കവിടെ 5 മാർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് എഴുതാൻ അറിയില്ലെങ്കിൽ പോലും ഇത് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും നമുക്ക്. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇതെല്ലാം എഴുതിയിട്ടിൻ്റെ എന്താണ് കോമൺ ആയിട്ട് വരുന്നത് ഞാൻ നോക്കണം. A ബാറാണ് വരുന്നത്. അപ്പോൾ F = A ബാർ എന്ന് കിട്ടും. അപ്പോൾ ഓർക്കുക, സിഗ്മ എം എന്ന് കാണുമ്പോൾ അത് സോപ്പാണെന്ന് ഓർക്കുക. സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് എ പ്രൊഡക്റ്റാണ്. സം ഓഫ് എ പ്രൊഡക്റ്റ് ആണ് സോപ്പ് എന്ന് പറയുന്നത്. അവിടെ പ്രൊഡക്റ്റ് ടേമാണ് എടുക്കുന്നത്. പിന്നെ ഓർക്കുക, 0 വരുമ്പോൾ അവിടെ ബാർ ഇട്ട് കൊടുക്കുക. 1 വരുമ്പം ബാർ അല്ലാതെ കൊടുത്താൽ മതി. പിന്നെ ഗ്രൂപ്പ് ചെയ്തിട്ട് കോമൺ ആയിട്ട് വരുന്ന ഏതാണെന്ന് നോക്കണം. ഇതിനകത്ത് കോമൺ ആയിട്ട് വന്ന A ബാറാണ്. അപ്പോൾ ഫംഗ്ഷൻ F = A ബാർ. ഇവിടെ Fന് പകരം Y കൊടുത്തെങ്കിൽ ഇവിടെ Y എഴുതുക. Y = A ബാർ എന്ന് എഴുതുക. ഇങ്ങനെയാണ് ഒരു സോപ്പ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് പിന്നെ അവർക്ക് ഇവിടെ 1 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. സോപ്പിന് ഇവിടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 1 ആണ് ഇട്ട് കൊടുക്കുന്നത്.